അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 12. അക്കാലത്ത് ഹെരോദ രാജാവ് പീഡിപ്പിക്കേണ്ടതിനായി സഭാംഗങ്ങളിൽ ചിലരെ ബന്ധനസ്ഥരാക്കി. അദ്ദേഹം യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദരെ സന്തോഷിപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ പത്രോസിനെയും ബന്ധനസ്ഥനാക്കി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലാണ് അത് സംഭവിച്ചത്. അവൻ പത്രോസിനെ ബന്ധിച്ച് തടവിലാക്കി. 4 പടയാളികൾ വീതമുള്ള 4 സംഘങ്ങളുടെ കാവലിലാക്കി. പെസഹായ്ക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ പരസ്യവിചാരണ ചെയ്യാനായിരുന്നു ഹെരോദാവിൻ്റെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് തടവിലായിരിക്കുമ്പോൾ സഭ അദ്ദേഹത്തിന് വേണ്ടി ജാഗ്രതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹെരോദാവ് അദ്ദേഹത്തെ ജനസമക്ഷം ഹാജരാക്കാനിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് 2 പടയാളികളുടെ നടുവിൽ 2 ചങ്ങലകളാൽ ബന്ധിതനായി കിടന്നുറങ്ങുകയായിരുന്നു. കാവൽക്കാർ തടവറയുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി തടവറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടിയുണർത്തി, "വേഗം എഴുന്നേൽക്കൂ" എന്ന് പറഞ്ഞു. തൽക്ഷണം പത്രോസിൻ്റെ കണങ്കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു. ദൂതൻ പത്രോസിനോട്, "നിന്റെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക" എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്തു. പുതപ്പ് പുതച്ചുകൊണ്ട് "എൻ്റെ പിന്നാലെ വരിക" ദൂതൻ പറഞ്ഞു. പത്രോസ് ദൂതൻ്റെ പിറകെ നടന്ന് തടവറയ്ക്ക് പുറത്ത് കടന്നു. എന്നാൽ ദൂതൻ മുഖേന സംഭവിച്ചത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാതെ ഒരു ദർശനം കാണുകയാണെന്ന് പത്രോസ് കരുതി. അവർ 1-ാം കാവലും 2-ാം കാവലും കടന്ന് നഗരത്തിലേക്കുള്ള ഇരുമ്പുവാതിൽക്കലെത്തി. അതവർക്കായി തനിയെ തുറക്കപ്പെട്ടു. അവർ പുറത്ത് കടന്ന് ഒരു തെരുവ് കടന്ന് പെട്ടെന്ന് ദൂതൻ അദ്ദേഹത്തെ വിട്ടുപോയി. അപ്പോൾ പത്രോസിന് സുബോധം കൈവന്നു. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച്, ഹെരോദാവിൻ്റെ പിടിയിൽ നിന്നും യഹൂദജനത്തിൻ്റെ വ്യാമോഹത്തിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ നിശ്ചയമായി അറിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ബോധ്യമായ ശേഷം അവൻ മർക്കോസ് എന്നു പേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ വളരെ പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് പുറത്തെ വാതിൽക്കൽ മുട്ടിയപ്പോൾ രോദ എന്നു പേരുള്ള പരിചാരിക വിളി കേട്ട് വാതിൽക്കൽ വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ സന്തോഷാധിക്യത്താൽ കതവ് തുറക്കാതെ തിരികെ ഓടിച്ചെന്ന്, "പത്രോസ് അതാ വാതിൽക്കൽ നിൽക്കുന്നു" എന്ന് വിളിച്ചു പറഞ്ഞു. "നിനക്ക് ഭ്രാന്താണ്" എന്ന് അവർ അവളോട് പറഞ്ഞു. "അല്ല, അതങ്ങനെ തന്നെ" എന്ന് അവൾ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. "എങ്കിലത് അവൻ്റെ ദൂതനായിരിക്കും" എന്ന് അവർ പറഞ്ഞു. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. കതവ് തുറന്നപ്പോൾ അവർ അദ്ദേഹത്തെ കണ്ട് ആശ്ചര്യഭരിതരായി. നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് പത്രോസ് അവരോട് കർത്താവ് തന്നെ തടവറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വിവരിച്ചു. യാക്കോബിനെയും സഹോദരങ്ങളെയും ഇക്കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റ് സ്ഥലത്തേക്ക് പോയി. പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കും എന്നതിനെക്കുറിച്ച് പടയാളികൾക്കിടയിൽ വലിയ പരിഭ്രമമുണ്ടായി. ഹെരോദാവ് അദ്ദേഹത്തെ അന്വേഷിച്ചു. കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ കാവൽക്കാരെ വിചാരണ ചെയ്ത് അവരെ വധിക്കാൻ ഉത്തരവിട്ടു. അനന്തരം ഹെരോദാവ് യഹൂദയിൽ നിന്നും കൈസരിയയിലെത്തി കുറേ കാലം അവിടെ താമസിച്ചു. അക്കാലത്ത് സോരിലെയും സീദോനിലെയും ജനങ്ങളോട് ഹെരോദാവ് കോപിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവർ ഒത്തുകൂടി ഈ സമയത്ത് അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം അന്വേഷിച്ചു. അവർ ഭക്ഷണ സാധനങ്ങൾക്കായി ഹെരോദ രാജാവിൻ്റെ ദേശത്തെ ആശ്രയിച്ചിരുന്നത് കൊണ്ട് രാജാവിൻ്റെ പള്ളിയറ വിചാരകരിൽ ഒരാളായ ബ്ലസ്തോസിൻ്റെ സഹായത്തോടെ സമാധാന സഖ്യത്തിനായി അപേക്ഷിച്ചു. നിശ്ചിത ദിവസം ഹെരോദാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് സംസാരിച്ചു. "ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ദേവൻ്റെ ശബ്ദമത്രേ" എന്ന് ജനം ആർത്തു വിളിച്ചു. ഹെരോദാവ് ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നതിനാൽ ഒരു ദൂതൻ തൽക്ഷണം അയാളെ അടിച്ചു വീഴ്ത്തി. അയാൾ കൃമിക്കിരയായി മരണമടഞ്ഞു. എന്നാൽ ദൈവവചനം വളർന്ന് വ്യാപിച്ചു കൊണ്ടിരുന്നു. ബർണ്ണബാസും ശൗലും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മർക്കോസ് എന്നു പേരുള്ള യോഹന്നാനെയും കൂട്ടി യെരുശലേമിൽ നിന്നും മടങ്ങിപ്പോന്നു.